ഹലോ, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായുള്ള ഒരു ഹണി ജാം കേക്ക് ഉണ്ടാക്കാം. ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ബാറ്ററിൻ്റെ നിറമൊക്കെ മാറി ഒരു ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരെ നല്ല ഫ്ലഫിയായി ബീറ്റ് ചെയ്യണം. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. ഇനി 50 ഗ്രാം മെൽറ്റഡ് ബട്ടറും 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. ഓയിൽ ചേർത്ത് കുറേ സമയമൊന്നും ബീറ്റ് ചെയ്യേണ്ട കേട്ടോ. ഇനി നമുക്ക് മൈദ ചേർക്കാം. 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദയിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് ഇടഞ്ഞെടുത്താണ്. ഇത് നമുക്ക് 3 ബാച്ചായി ചേർക്കണം. ഞാനിവിടെ 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. മാവ് കട്ടിയാവുന്നതനുസരിച്ച് കുറേശ്ശെ വീതം പാൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. പാലിൻ്റെ അളവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. നമുക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്യാതെ ബട്ടറും ഓയിലും പഞ്ചസാരയും കൂടെ ആദ്യമേ ബീറ്റ് ചെയ്ത് അതിന് പുറകെ എഗ്ഗും കൂടെ ബീറ്റ് ചെയ്ത് സാധാരണ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയാലും മതി. അതായിരിക്കും കുറച്ചുകൂടെ നല്ല ഔട്ട്പുട്ട് കിട്ടുന്നത്. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യണം. ഇനി നമുക്ക് ഹണി സിറപ്പ് ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ച് അതൊന്ന് തിക്കാവുമ്പോൾ 1/4 കപ്പ് ഹണിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വാങ്ങി വയ്ക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ച് കേക്ക് മുഴുവനൊന്ന് വൃക്കി ചെയ്യാം. നമ്മുടെ ഹണി സിറപ്പ് ചൂടാറിയ ശേഷം കേക്കിൻ്റെ മുകളിൽ ഒരുപോലെ സ്പ്രെഡ് ചെയ്യാം. ഇനി ഒരു 1/4 കപ്പ് ജാം 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായി ചൂടാക്കി ആ ജാം ഒന്ന് ലൂസൻ ചെയ്തതിന് ശേഷം അത് കേക്കിന് മുകളിൽ ഒരേപോലെ സ്പ്രെഡ് ചെയ്യാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് കേക്കിന് മുകളിലൊന്ന് വിതറി കൊടുക്കുക. കോക്കനട്ടിൻ്റെ രുചിയും ഹണിയുടെയും ജാമിൻ്റെയും ഒക്കെ ടേസ്റ്റും ഒക്കെ ചേർന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹണി ജാം കേക്ക് റെഡിയാണ്. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ.